യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴിൽ വായിച്ചതുപോലെ എൻ്റെ ഒരു വെഡ്ഡിങ് റിലേറ്റഡ് ജ്വല്ലറി പർച്ചേസിംഗ് ആണ്, കുറച്ച് ഗോൾഡ് പർച്ചേസിംഗ് ആണ്. അത്ര പെർഫെക്റ്റ് വീഡിയോസ് ഒന്നും അല്ല, കാരണം ഞാനും അമ്മയാണ് മെയിനായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്, നിങ്ങളതൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ട് നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആവുന്നുണ്ടോ എന്ന്. പിന്നെന്താ, കാരണം കടയിൽ ചെന്നപ്പോൾ നല്ലപോലെ തിരക്കായിരിക്കും. അപ്പോൾ മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പത്തനംതിട്ട രാജകുമാരിയിലാണ് പോകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു, 2 ദിവസം മുമ്പായിരുന്നു ഇനാഗുറേഷൻ. അപ്പോൾ അവിടെ അത്യാവശ്യം ചിലപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ഞങ്ങൾ രാവിലെ തന്നെ പോകാനിറങ്ങി. അമ്മയും ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. പത്തനംതിട്ടയിലോട്ടാണ് പോകുന്നത്. പത്തനംതിട്ട രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് പോകുന്നത്. ആദ്യം നമ്മൾ അവരുടെ ട്രിവാൻഡ്രം ഷോപ്പിൽ നിന്നായിരുന്നു കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പുതിയ ഷോപ്പ് വന്നപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. വെഡ്ഡിങ്ങിൻ്റെ എൻ്റെ ഫസ്റ്റ് ഗോൾഡ് പർച്ചേസാണിത്. ഇതുവരെ ഉള്ളതിനൊന്നും ഞാനില്ലായിരുന്നു. ഞാൻ നാട്ടിൽ വരുന്നതിന് മുമ്പേ തന്നെ അമ്മയും അച്ഛനും കുറച്ച് നെക്ലസ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് മെയിനായിട്ട് വള നോക്കണം, അതേപോലെ 2-3 റിങ് വാങ്ങണം. കേട്ടിട്ടുണ്ട്. നമ്മൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെത്തി. ഇവിടെ നിന്ന് വിചാരിച്ച് പോയതുപോലെ തന്നെ കടയിൽ നല്ല തിരക്കായിരുന്നു. വള സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അധികം താമസമൊന്നും എടുത്തില്ല, പെട്ടെന്നായിരുന്നു എല്ലാം സെലക്ഷൻ കഴിഞ്ഞത്. റിങ് എടുക്കൽ മാത്രമായിരുന്നു ഒരു ടാസ്ക്. കാരണം ആ കടയിലുള്ള എല്ലാ മോതിരവും ഞാൻ ഇട്ടെങ്കിലും അതിലാകെ ഒരു 3 മുതൽ 4 മോതിരം മാത്രമായിരുന്നു എൻ്റെ വിരലിന് ഭാഗമായിട്ടുള്ളത്. ബാക്കി എല്ലാം ലൂസായിരുന്നു. ആ 3-4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട മോതിരം എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് കയ്യിൽ കുറച്ചുകൂടി ഫിറ്റായെന്നൊക്കെ അവരുടെ പറച്ചിൽ. അതുകൊണ്ട് അവിടുന്ന് തന്നെ ഞാൻ ഫുഡ് കഴിക്കാനും തീരുമാനിച്ചു. അങ്ങനെയല്ല, അവർ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ബില്ലിങ് പ്രോസസ്സൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കുമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും പിന്നെ കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഷോപ്പിംഗ്? ഓഫറുകളും കിട്ടി. ഇന്നലെ ആയിരുന്നു അവിടുത്തെ ഇനാഗുറേഷൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയില്ല. അതുകൊണ്ട് അമ്മ ഹാപ്പിയായി. നമ്മള് ഗസ്റ്റ് ആയിരുന്നു. അമ്മയ്ക്ക് കുക്കർ, ദോശത്തവ അങ്ങനെ ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മോതിരം കിട്ടി. പിന്നെ വരുന്ന വഴിയിൽ നിന്ന് ചായയും ഒരു കടിയും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇനിയും എൻ്റെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ.